തുടങ്ങുന്നു പ്രധാന വാർത്തകൾ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയ ശതമാനം 99.69%. A+ നേടിയവരുടെ എണ്ണത്തിൽ വർധന. അടുത്ത വർഷം മുതൽ പരീക്ഷാ രീതി മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചു. അന്ത്യം മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ. വിടവാങ്ങിയത് യോധ അടക്കം ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച കലാകാരൻ. കെ സുധാകരൻ KPCC പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ MM ഹസൻ പങ്കെടുത്തില്ല. ഹസന്റെ അസാന്നിധ്യത്തെ വിമർശിച്ച് കെ സുധാകരൻ. ഞാൻ എന്നും ആഗ്രഹിക്കുന്നു, അസം മാത്രമല്ല എല്ലാ നേതാക്കന്മാരും രണ്ടു കൂടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ എല്ലാവരും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറെ ചുമതല തന്നാൽ ഏറ്റെടുക്കുമെന്നും കെ സുധാകരൻ. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് CPM. മുഖ്യമന്ത്രി പോയത് എല്ലാ അനുമതികളും വാങ്ങിയെന്ന് MV ഗോവിന്ദൻ. യാത്ര സ്വന്തം പണം ഉപയോഗിച്ചെന്നും ഗോവിന്ദൻ. മുഖ്യമന്ത്രി പകരം ചുമതല നൽകാതെ പോയത് എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ്. പാലക്കാട് മാധ്യമ പ്രവർത്തകന് കാട്ടാന ആക്രമണത്തിൽ ദാരുണാന്ത്യം. മരിച്ചത് മാതൃഭൂമി ന്യൂസിലെ ക്യാമറാമാൻ AV മുകേഷ്. ആക്രമണം കൊട്ടേക്കാട് കാട്ടാനയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ വ്യക്തത വരുത്താൻ CBI. ഡൽഹി എയിംസിൽ നിന്നും വിദഗ്ധ ഉപദേശം തേടി. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ശാരീരിക ആക്രമണവും അപമാനവുമെന്നും കുറ്റപത്രത്തിൽ. മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി. കേരളത്തിൽ 100 കണക്കിന് യാത്രക്കാർ വലഞ്ഞു. യാത്ര മുടക്കിയത് ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ മിന്നൽ പണിമുടക്ക്.